അതെ, സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, പുതിയ ഒരു ദിവസം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ കിടന്ന് ഉറങ്ങി നീ ഞങ്ങളെ താങ്ങുകയാൽ ഈ രാവിലെ ഞങ്ങൾ ഉണർന്നു വരിക്കുന്നു. അവിടുത്തെ വചനത്തിന് മുൻപാകെ കൂടി വരുവാൻ ഞങ്ങൾക്കിടയാക്കിയ വലിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. പിതാവേ, എത്രത്തോളം കൺവെൻഷൻ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെ യോഗങ്ങളെല്ലാം അനുഗ്രഹരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ പഠനത്തിനായി ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. അവിടുന്ന് ഞങ്ങളുടെ പിതാവായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കരുതുന്നവൻ, ഞങ്ങളെ സ്നേഹിക്കുന്നവൻ, ഞങ്ങളെ പരിപാലിക്കുന്നവൻ. അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളും വിശുദ്ധരായിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ പ്രചോദനങ്ങൾക്കായി ദൂതനായി സ്തോത്രം. അവിടുത്തെ രാജ്യം വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ താവേ, രാജ്യത്തിൻ്റെ പങ്കാളികളാകുവാൻ, രാജ്യത്തിന് വേണ്ടി താവേ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുന്നവനാകുന്നു. ഞങ്ങളോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചത് ഓർത്ത് സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ട ബിഷപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിരുദാസനിലൂടെ ഞങ്ങൾക്ക് തരുന്ന നല്ല ഉൾക്കാഴ്ചകൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പരിഭാഷപ്പെടുത്തുന്ന സജീവച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താവേ, ഇന്നത്തെ ഞങ്ങളുടെ വചന കേൾവി, ബൈബിൾ പഠനം ഞങ്ങളുടെ അനുഗ്രഹത്തിനും രൂപാന്തരത്തിനും ദേശത്തിൻ്റെ പുതുക്കത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. യേശുവിൻ മൂലം അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. My dear bishops and my dear archons and my dear brothers, I am once again very happy to be here with you this morning. അഭിനന്ദ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ ദൈവജനമേ, ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Our theme for our Bible studies or our Bible reflection is spirituality for life. ഈ ദിവസത്തെ നമ്മുടെ വേദപുസ്തക പഠനങ്ങളുടെ പ്രധാനമായ വിഷയം ജീവോന്മുഖമായ ആത്മീയത എന്നുള്ളതാണ്. ജീവോന്മുഖമായ ആത്മീയത. Last morning we looked at spirituality through prayer. കഴിഞ്ഞ പ്രഭാതത്തിൽ നാം പ്രാർത്ഥനയിലൂടെ എങ്ങനെ ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടണം എന്നത് നാം ചർച്ച ചെയ്യുകയുണ്ടായി. We talked about the 4 pillars on which we must build our theology for prayer. നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം കെട്ടുപണി ചെയ്യേണ്ട 3 അടിസ്ഥാന തൂണുകളെ സംബന്ധിച്ച്, പ്രാർത്ഥനയുടെ തൂണുകളെ സംബന്ധിച്ച് വിവിധ വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി. We discussed the 3 steps for complete prayer. പ്രാർത്ഥനയുടെ പൂർണ്ണ ഭാവത്തിന്റെ 3 പ്രധാനമായ പടവുകളെ കുറിച്ച് ഇന്നലെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. You will remember those 3 steps? നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ടോ? You can speak from the head like we do in South Asia. നിങ്ങൾ സൗത്ത് ഏഷ്യയിൽ തല കുലുക്കുന്നത് പോലെ നമ്മൾ കുലുക്കുന്നുണ്ടോ? Ask, seek, act, knock. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടി വിളിക്കുക. Then we looked at the possibility about asking 2 practical questions. അതിനുശേഷം നാം പ്രായോഗികമായ 2 ചോദ്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിനെ സംബന്ധിച്ച് നാം ഒരുമിച്ച് ഏർപ്പെടുകയും ചെയ്തുവല്ലോ. What is prayer? Prayer is alignment of our will with the will of God. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും ചേർന്ന് സമരസപ്പെട്ട് പോകുവാനായിട്ടുള്ള വലിയ ഒരു യാത്രയാണ്, വലിയ അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. Can we pray at all times? Yes, if we pray in the Spirit. നമുക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? തീർച്ചയായും പ്രാർത്ഥിക്കുവാൻ കഴിയും. ആത്മാവിൽ നാം പ്രാർത്ഥിക്കുകയാകുന്നുവെങ്കിൽ എല്ലാ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. And we looked at the Russian Orthodox Jesus prayer, breathing Jesus in and breathing our request out. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ദൈവശാസ്ത്രത്തിൽ, പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രത്തിൽ അവർ ചെയ്യുന്ന പ്രധാനമായ ക്രിസ്തുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അപേക്ഷകളും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയയുടെ ഭാഗമായി രൂപപ്പെടുന്നതായ ഒരു പ്രക്രിയ. And right through the study yesterday and today until Saturday we must keep this in mind, that Christian spirituality is Christ within me, pushing me to do the right thing, to be faithful,
pulling me away from sin. The push and the pull of Christ within me is our spirituality. ഈ ദിവസങ്ങളിൽ നാം ആത്മീയതയെക്കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ നാം അടുക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന വിധങ്ങളായ കാര്യങ്ങളിൽ നാം അകന്നിരിക്കുകയും ക്രിസ്തുവിനോട് അടുത്തു വരികയും അതോടൊപ്പം പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമായിട്ടാണ് ആത്മീയതയെ നാം ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. Today our topic is spirituality through conflict. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രശ്നാധിഷ്ഠിത സംഘർഷാധിഷ്ഠിത ആധ്യാത്മികത, സംഘർഷത്തിലൂടെയുള്ള പ്രശ്നത്തിലൂടെയുള്ള ആധ്യാത്മികത എന്നാണ്. So we have to begin by asking, what is conflict? നാം ഈ ചർച്ച ആരംഭിക്കുന്നത് അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം എന്ന് പറയുന്നത്? In simple terms, a conflict is a clash or a strong disagreement or even a fight. വളരെ ലളിതമായ നിർവചനത്തിൽ സംഘർഷം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഏറ്റുമുട്ടലോ ഒരു തർക്കമോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാവുന്നത്രേ. It is a clash or a fight about ideas, about our interests or about our aspirations. നമ്മുടെ ആശയങ്ങളെ സംബന്ധിച്ചോ നമ്മുടെ താല്പര്യങ്ങളെ സംബന്ധിച്ചോ നമ്മുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചോ ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ യോജിപ്പില്ലായ്മയോ ആയി നമുക്ക് ഈ സംഘർഷത്തെ നിർവചിക്കുവാനായിട്ട് സാധിക്കും. Conflict can be between two persons or within groups or even between two nations. സംഘർഷം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് സമൂഹങ്ങൾ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ ആകാവുന്നത്രേ. When there is a conflict, it leads to hurt. ഒരു സംഘർഷം എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോഴെങ്കിലും അത് മുറിവുകളിലേക്ക് നമ്മെ നയിക്കും, മുറിപ്പെടുത്തുന്നതായിരിക്കും. Anger, അതിനകത്ത് കോപത്തിന്റെ ഭാവം ഉണ്ടാവും. a break of trust, അവിടെ പരസ്പര വിശ്വാസത്തിന്റെ തകർച്ച ഉണ്ടായി വന്നേക്കാം. hostility and so on. ശത്രുത മുതലായ പല കാര്യങ്ങളും ഈ സംഘർഷത്തിന്റെ പ്രധാന ഭാവങ്ങളായി അതിന്റെ പരിണിത ഫലമായി വരുവാൻ സാധ്യതയുണ്ട്. And the signs of conflict, the evidence that there is a conflict can be in tears, it can be in silence. ഈ സംഘർഷം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവുകളായി ചിലപ്പോൾ എങ്കിലും നമ്മുടെ കണ്ണുനീരോ നിശബ്ദതയോ ഈ സംഘർഷങ്ങളുടെ ഒരു നിലവിൽ ഇരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് വരുന്നതാണ്. Very often a conflict is demonstrated or expresses itself through violent words or violent actions. സാധാരണ സംഘർഷങ്ങൾ വെളിപ്പെട്ടു വരുന്നത് വളരെയധികം അക്രമം നിറഞ്ഞതായ വാക്കുകളിലൂടെയോ അക്രമ ഭാവങ്ങളിലൂടെയോ അക്രമത്തിന് ധ്വനിയുള്ളതായ ജീവിത രീതിയിലൂടെയോ ആണ് പലപ്പോഴും ഈ സംഘർഷങ്ങളെ നാം പലപ്പോഴും പ്രകടിപ്പിക്കാറുള്ളത്. Now in the Bible there are 5 types of conflict, and I want to run through these very, very quickly by giving you also some scripture passages. വേദപുസ്തകം നാം പഠിക്കുന്ന സമയത്ത് 5 തരത്തിലുള്ള സംഘർഷങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ വേഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The first type is conflict within the person, within me. ആദ്യത്തെ സംഘർഷം എന്ന് പറയുന്നത് എന്നിലുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതായ സംഘർഷം. Me and me, two persons in me in disagreement and conflict. ഇവിടെ സംഘർഷം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഉള്ളിൽ തന്നെയുള്ളതായ രണ്ട് ഭാവങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. So to give you some examples, Job is in conflict, the psalmist is in conflict. Paul in Romans chapter 7 and verse 19, when he says, the good things I want to do, I can't do. The bad things I should not do, I find myself doing in a conflict. വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇയ്യോബ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഞാൻ തിന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു വഴിയിലേക്കുള്ള യാത്രയിൽ ചിലപ്പോഴെങ്കിലും ആകാറുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇത്തരത്തിൽ സംഘർഷത്തിലൂടെ കടന്നുപോയ ഒത്തിരി വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. Jesus at Gethsemane is in conflict. ഗെത്സമനയിൽ കാണുന്ന യേശുവും ഇത്തരത്തിലുള്ള അതേ സംഘർഷ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Should I show total obedience and go to the cross,
or should I stay a little bit longer and preach to the people a little longer? Conflict. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കണമോ, അതോ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അല്പം മാറി കുറച്ചു കാലം കൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ശ്രമമാണോ എന്ന തരത്തിലുള്ള വലിയൊരു സംഘർഷത്തിലൂടെ യേശുവും ഗത്സമനയിൽ കടന്നു പോകുന്നുണ്ട്. Peter, when he betrays Jesus, is in conflict. He's crying, he's suffering inside for what he didn't want to do but which he did. പത്രോസ് യേശുവിനെ തള്ളി പറയുമ്പോഴും ഇതേ സംഘർഷമാണ് നാം കാണുക. ഒരിക്കലും യേശുവിനെ തള്ളി പറയുവാൻ ആഗ്രഹിക്കാതിരുന്നിട്ടും തള്ളി പറയേണ്ടി വന്നതായ ആ പത്രോസ് കരയുന്നു. ആ കരച്ചിലിൽ അവന്റെ സംഘർഷത്തിന്റെ ഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. The second type of conflict is conflict within a group or within an institution, inside that. രണ്ടാമത്തെ സംഘർഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹത്തിലോ ഒരു പ്രത്യേക സ്ഥാപനത്തിലോ ഉണ്ടാകുന്നതായ സംഘർഷമാണ്. When the Hebrews are being led through the wilderness, there is internal conflict amongst them. ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ ഇസ്രായേൽ ജനം ഇത്തരത്തിലുള്ള ഒരു സംഘർഷം, ആ ഇസ്രായേൽ ജനത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സംഘർഷം അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. When the disciples argue who is the greatest, there is a conflict within the group of disciples. ശിഷ്യന്മാർ ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങുന്ന സമയത്ത് ഇതേ സംഘർഷത്തിലൂടെ ശിഷ്യന്മാരുടെ കൂട്ടവും കടന്നു പോകുന്നുണ്ട്. In the early church, there is a conflict between those who want Gentiles to be circumcised to become Christians and those who say circumcision is not necessary, we are saved by faith and grace in Christ alone. ആദിമ സഭയിൽ വിജാതീയരായ ആളുകൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവർ പരിച്ഛേദന ഏൽക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും എന്നാൽ അത്തരത്തിൽ പരിച്ഛേദന ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങൾ, അത്തരത്തിലുള്ള സംഘർഷം ആദിമ സഭയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്രേ. The fourth type of conflict is conflict between two groups outside each other's institution. നാലാമത്തെ സംഘർഷം എന്ന് പറയുന്നത് അവരവർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന് പുറത്തുള്ള രണ്ട് സമൂഹങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളാണ്. In the first chapters of Acts, the early church, you see this conflict between the disciples of Jesus and the Jewish leadership. ആദിമ സഭയിൽ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ ക്രിസ്ത്യാനികളും യഹൂദ മത നേതാക്കന്മാരും തമ്മിലുള്ള സംഘർഷം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്രേ. And the fifth conflict is between all creation and the creator God. അഞ്ചാമത്തെ സംഘർഷം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവവും അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം മുഴുവനും തമ്മിലുള്ള ഒരു സംഘർഷത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാവുന്നത്രേ. And a very good Bible text for this is Romans chapter 8 verses 18 to 25. ഇതിനെ വളരെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള വേദപുസ്തക ഭാഗം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ പ്രകൃതിയും ദൈവവും തമ്മിലുള്ള വലിയൊരു സംഘർഷത്തിന്റെ ഭാവം നമുക്ക് കാണുവാൻ കഴിയും. The whole imperfect creation is groaning for perfection in a relationship with the creator. അപൂർണമായ ഈ പ്രപഞ്ചം മുഴുവനും പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരു അത്യാകാംക്ഷയോടുകൂടിയുള്ള നിലവിളി, ഞരക്കം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So let me repeat the 5 types. ഞാൻ ഒരിക്കൽ കൂടെ ഈ 5 തരത്തിലുള്ള സംഘർഷങ്ങൾ ആവർത്തിക്കട്ടെ. Conflict within the individual, വ്യക്തികൾക്കുള്ളിലുള്ളതായ സംഘർഷം, conflict between two individuals, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ സംഘർഷം, conflict within a group like within the church, ഒരു പ്രത്യേക സമൂഹത്തിനുള്ളിൽ തന്നെയുള്ളതായ സംഘർഷം, സഭ പോലെയുള്ള പ്രത്യേകമായ ഒരു സമൂഹം, conflict between two groups, രണ്ട് വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷം, two different groups, രണ്ട് വ്യത്യസ്ത സമൂഹങ്ങൾ, and conflict of the whole creation with the creator God. ദൈവവും ഈ പ്രപഞ്ചവും തമ്മിലുള്ളതായ ഒരു സംഘർഷം. Now our question is simple and basic. നമ്മുടെ ചോദ്യം വളരെ ലളിതവും എന്നാൽ വളരെ അടിസ്ഥാനപരവുമായ ഒന്നാണ്. When conflict takes place, there are 2 ways in which we can respond. നമുക്ക് ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിൽ ഈ സംഘർഷങ്ങളോട് നമുക്ക് പ്രതികരിക്കാവുന്ന അത്രേ, നമ്മുടെ പ്രതികരണം അങ്ങനെ രൂപപ്പെടാവുന്ന അത്രേ. We can hurt and destroy and be destroyed ourselves. നമുക്ക് മുറിവേൽക്കുകയും മുറിപ്പെടുത്തുകയും നമുക്ക് നാശത്തിന്റെ ഭാവത്തിലേക്ക് പോകാവുന്നതും അത്രേ. Or we can grow in the conflict and bring healing to others. എന്നാൽ ഈ സംഘർഷത്തിലൂടെ നമുക്ക് വളരുവാനും നമ്മിലും മറ്റുള്ളവരിലും സൗഖ്യത്തിന്റെ തലങ്ങൾ കൊണ്ടുവരുവാനായിട്ടും നമുക്ക് സാധിക്കുന്നത്രേ. We're now going to look at an incident in the early church. ആദിമ സഭയിലെ ഒരു പ്രത്യേക സംഭവത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ where there is a conflict and how the early disciples deal with it. ആദിമ സഭയിലുണ്ടായ ഒരു സംഘർഷം, ഒരു പ്രശ്നം, അത് എങ്ങനെയായിരുന്നുവെന്നും ആ ആദിമ സഭാ പിതാക്കന്മാർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നും നമുക്ക് നോക്കാം. Acts chapter 6 അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം verses 1 to 8.
1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. I'm going to ask Achan to read slowly, and as he reads, if you have your Bible, follow. If you don't, listen. Go for the detail. Listen to the detail in the passage. Read it as if you're reading it for the first time. Acts chapter 6 verses 1 to 8. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വേദപുസ്തകമുള്ളവർ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകം തുറക്കുകയും നിങ്ങൾ ഈ ഭാഗം ആദ്യമായി വായിക്കുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കലിൽ വളരെ നിർത്തി സാവകാശം വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതത്രേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കാനോർ, ടീമോൻ, പർമെനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. Now let's run through the story very quickly. നമുക്ക് ഈ സംഭവത്തിലൂടെ, ഈ കഥയിലൂടെ വളരെ വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. There is a conflict of the third type. നാം ആദ്യം പരാമർശിച്ചതായ സംഘർഷത്തിലെ 3ാമത്തെ തരത്തിലുള്ള സംഘർഷമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക. Within the community, within the church. ഒരു പ്രത്യേക സമൂഹത്തിൽ തന്നെയുള്ള അതിൽ തന്നെയുള്ളതായ ഒരു സംഘർഷം, പ്രശ്നം. The leaders get to know about this conflict. ഈ നമ്മൾ കാണുന്നത് ഈ സംഘർഷം ഇതിന്റെ നേതാക്കന്മാർ അത് മനസ്സിലാക്കുന്നു, അത് അറിയുന്നു. They address the conflict. അവർ അതിനെ നേരിടുവാനായിട്ട്, അതിനെ പരിഹരിക്കുവാനായിട്ട്, നേരിടുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. The conflict is resolved. അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. The unity of the church is preserved. അവിടെ സഭയുടെ ഐക്യം നിലനിർത്തുവാനായിട്ട് അതിലൂടെ സാധ്യമായി. And there is growth in numbers. അതിലൂടെ തന്നെ സഭയിൽ ആളുകൾ വരികയും സഭ വളരുകയും ചെയ്യുന്നതായി നാം അവിടെ വായിക്കുന്നു. Now this is the normal way that we would read this passage. ഇതാണ് നാം സാധാരണയായി ഈ വേദപുസ്തകം വായിക്കുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത്, മനസ്സിലാക്കാറുള്ളത്. But now we are going to do what any Bible study or biblical reflection must do. We are going to probe. We are going into the text with questions. നാം ഈ ചോദ്യത്തിൽ ഈ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എല്ലാ വേദപുസ്തക പഠനങ്ങളും നമ്മെ കൊണ്ടെത്തിക്കേണ്ടതുപോലെ നിരന്തരമായി ഈ ഭാഗത്തേക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് അന്വേഷണ ത്വരയോടുകൂടെ ഈ ഭാഗത്തെ നാം കാണുവാനായിട്ട് പോവുകയാണ്. So for instance, let's begin to look at some learning points in this passage. ഈ പുസ്തകത്തിൽ ഈ ഭാഗത്തിലുള്ളതായ ചില പഠനങ്ങൾ, അതിനകത്ത് നാം പഠിക്കേണ്ടതായ ചില പാഠങ്ങളെ കുറിച്ച് നാം ഇനി മനസ്സിലാക്കുവാൻ പോവുകയാണ്. The first learning point is the nature of the conflict. ആദ്യത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള സംഗതി, നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത് എന്ന് പറയുന്നത്, നാം ഈ സംഘർഷത്തിന്റെ രീതി, അതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. What is the conflict about? എന്തിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രശ്നം, അവിടെ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്? What is the conflict about? എന്തിനെ സംബന്ധിച്ചാണ് അവിടെ ഈ പ്രശ്നം രൂപപ്പെടുന്നത്? Strong word. The conflict is about discrimination. ഇവിടെ നാം കാണുന്നത് സംഘർഷം എന്ന് പറയുന്നത് വിവേചനത്തിൽ അധിഷ്ഠിതമായി, വിവേചനത്തിന്റെ ഭാഗമായി, അതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ സംഘർഷം, പ്രശ്നമാണ്. Some injustice is taking place. അവിടെ ചില അനീതി നിറഞ്ഞതായ സംഭവങ്ങൾ അവിടെ രൂപപ്പെട്ടു വരുന്നു. Not in Sri Lanka, not in Lok Sabha.
ഒരു ശ്രീലങ്കയിലോ നമ്മുടെ ഭാരതത്തിലെ ലോക്സഭയിലോ അല്ല. The discrimination is taking place in the church. വിവേചനം സഭയിൽ തന്നെ ഉണ്ടാകുന്നു. അതാണ് നാം ഇവിടെ വായിക്കുന്നത്. There is a majority minority subculture discrimination. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ളതായ ഒരു തരത്തിലുള്ള സംഘർഷം, എന്നാൽ അതോടൊപ്പം തന്നെ സംസ്കാരവും ആ സംസ്കാരത്തിന്റെ ഉപഭാഗമായി നിൽക്കുന്ന സംസ്കാരവും തമ്മിലുള്ള സംഘർഷങ്ങൾ. There is favoritism in the distribution of food to the widows. വിധവമാർക്കുള്ളതായ ഭക്ഷണ വിതരണത്തിൽ ചില താല്പര്യങ്ങൾ, ചില സ്വകാര്യ താല്പര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായി നാം കാണുന്നു. Secondly, when we look at the nature of the conflict, രണ്ടാമതായി ഈ ഭാഗത്തിലെ സംഘർഷത്തെ നാം മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ it comes out of a good initiative. ഇത് സംഭവിക്കുന്നത്, ഈ ഒരു സംഘർഷം ഉടലെടുക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു പുതിയ കാര്യം ചെയ്യുവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. The church is doing a good thing. സഭ ഒരു പുതിയ കാര്യം, നല്ലതായ ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നു. Widows are vulnerable and helpless. They have to be father and mother to the children. So the church is giving them food. വിധവമാർ എന്ന് പറയുന്നത് എപ്പോഴും ബലഹീനരും വല്ലാതെ നിസ്സഹായരുമായ ആളുകൾ. അവരെ സഭ, അവർ എപ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവും പിതാവുമായിരിക്കേണ്ട വിധവമാരെ സഭ അവിടെ സഹായിക്കുവാൻ, അവർക്ക് കൂട്ടായ്മ കൊടുക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. But out of this good initiative comes the discrimination and then the conflict. എന്നാൽ ഈ ഒരു നല്ല സംരംഭത്തിന്റെ ഭാഗമായി നാം കാണുന്നത് ഒരു സംഘർഷം, ഒരു പ്രശ്നം അതേ സമൂഹത്തിൽ സഭയിൽ ഉടലെടുക്കുന്നു. Now, when there is a conflict, people begin to grumble, groan, and the Bible tells us there was some murmuring. ഇവിടെ നാം വായിക്കുന്നുണ്ട്, ഇവിടെ വായിക്കുന്നത് പോലെ തന്നെ എല്ലാ സംഘർഷത്തിലും ചില പിറുപിറുക്കലുകളും ഞരക്കങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ഈ ഭാഗത്തും മറ്റനേകം വേദഭാഗങ്ങളിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അത്രേ. Now see this quality of leadership. നമുക്ക് ഇവിടെ ഈ സംഘർഷത്തിന്റെ മധ്യത്തിൽ എങ്ങനെ നേതൃത്വം, ഈ അപ്പോസ്തലന്മാർ, നേതാക്കന്മാരായ ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. The apostles hear the murmuring. അപ്പോസ്തലന്മാർ അവിടുത്തെ വിശ്വാസികളുടെ പിറുപിറുക്കൽ, ഞരക്കം അവർ കേൾക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. They have their ear to the ground. They are with the people, so they can hear. There is no distance between the apostles and the people. അവർ ജനങ്ങളോട് വളരെ ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിറുപിറുക്കൽ, അവരുടെ പ്രശ്നം, അവരുടെ നിലവിളിക്ക് ചെവി കൊടുക്കുവാനായിട്ട്, അവർക്ക് കേൾക്കുവാനായിട്ട് അപ്പോസ്തലന്മാർ തീർത്തു. അവർ വളരെ ഭൂമിയോളം താഴ്ന്ന് ഉള്ള ബന്ധത്തിൽ ഈ ജനവുമായി അവർ ഉണ്ടായിരുന്നു എന്നുള്ളത്. When they heard the murmuring, they had certain options of how to deal with the murmuring. ഈ പിറുപിറുക്കൽ കേൾക്കുമ്പോൾ അവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള അവരുടെ മുൻപിൽ ചില ക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ അവർക്ക് സാധ്യതയുണ്ടായിരുന്നിരിക്കാം. I don't know how it is in Marthoma Church. In the Anglican Church, we have a tradition: any problem, appoint a committee to inquire. എനിക്ക് മാർത്തോമാ സഭയിലെ കാര്യം അറിഞ്ഞുകൂടാ. എന്നാൽ ആംഗ്ലിക്കൻ സഭയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമോ സംഘർഷമോ ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഒരു പ്രത്യേക കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. They didn't do that. എന്നാൽ ഇവിടെ അങ്ങനെ അവർ ഒരു പ്രത്യേകമായ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തതായി നാം വായിക്കുന്നില്ല. They could have dismissed the murmuring, saying, these are troublesome women. Women are all the time complaining. It's not serious, let it be. വേണമെങ്കിൽ അവർക്ക് ഈ പ്രശ്നത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും പിറുപിറുക്കുന്നവരാണ്, പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാമായിരുന്നു. They didn't do that. എന്നാൽ അവർ അതും ചെയ്യുന്നില്ല. They could have dismissed it as typical of minorities. അവരെ കേവലം ന്യൂനപക്ഷങ്ങളായി, ശബ്ദരഹിതരായി കണ്ടുകൊണ്ട് വേണമെങ്കിൽ അവരെ തള്ളിക്കളയാമായിരുന്നു, അവരെ ഒഴിവാക്കാമായിരുന്നു. Minorities have this complex. They're always complaining about discrimination. It's not serious. Don't recognize it. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വിവേചനങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും, ഞരങ്ങിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് അതിനെ കേവലം തള്ളിക്കളയുക, അതിനെ ഒരിക്കലും കാര്യമായിട്ട് എടുക്കരുത്. What do? They treat the grievance and the murmuring seriously, and they take the one option of addressing it. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് അപ്പോസ്തലന്മാർ ഇങ്ങനെ ചെയ്യാതെ ഈ ന്യൂനപക്ഷത്തിന്റെ വിധവമാരുടെ നിലവിളി അവർ കേൾക്കുകയും അവർ വളരെ ഗൗരവമായി എടുക്കുകയും ആ പ്രശ്നത്തെ നേരിടുവാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നതായി നാം ഇവിടെ വായിക്കുന്നു. Now here is a very important teaching point for the church. ഇത് സഭയ്ക്ക് ഒരു വലിയ പാഠമായി, ഒരു മനസ്സിലാക്കലിന്റെ ഭാഗമായി ഒരു ആശയം നമുക്ക് ഇവിടെ തരുന്നുണ്ട്. We will only know whether a grievance is real or imagined
when we touch it, when we address it, when we go into it. ഒരു നിലവിളി, ഒരു പ്രശ്നം, ഒരു സംഘർഷം അത് യാഥാർത്ഥ്യമാണോ അതോ കേവലം അത് നിലനിൽക്കാത്തതാണോ എന്ന് മനസ്സിലാക്കുന്നത് അതിനെ നേരിടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമുള്ളതാണോ അതിലെന്തെങ്കിലും വസ്തുതയുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. So they address it. How do they address it? എന്നാൽ ഇവിടെ അപ്പോസ്തലന്മാർ അതിനെ നേരിടുന്നുണ്ട്, അതിനെ തരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? The first thing they do is they define their own priorities in the church. അവിടെ ആദ്യമായി അവർ ചെയ്യുന്നത് അവരുടെ സഭയിലെ മുൻഗണനാ ക്രമങ്ങളെ അവർ നിർവചിച്ചു. മുൻഗണനാ ക്രമങ്ങളെ നിർവചിച്ചതുകൊണ്ട് തന്നെ അതിൻ പ്രകാരം പ്രവർത്തിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. We are here to preach the gospel and we can't move away from that. So we will remain there. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള വലിയ നിയോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറി നിൽക്കുവാനായിട്ട് ഇപ്പോൾ സാധ്യമല്ല. Then they call for the people's participation to resolve the conflict. അതിനുശേഷം നാം കാണുന്നത് അവർ അവിടെയുള്ള ജനത്തെ മുഴുവനും വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് നേരിടുവാനായിട്ട് അവർ ശ്രമിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. The church must always take decisions together, leaders and people, and this is a good thing. സഭ എല്ലായ്പ്പോഴും നേതൃത്വവും ജനങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ശ്രമിക്കേണ്ടതാണ്. ഇത് ഇന്നത്തെ സഭയ്ക്ക് ഒരു വലിയ പാഠമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. They tell the people, you come up with 7 names to do this job of serving at the table. അപ്പോസ്തലന്മാർ അവിടെ ഉണ്ടായിരുന്ന സഭാ നേതാക്കന്മാർ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് 7 പേരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ അറിയിക്കുക എന്ന് നേതൃത്വം അവരോട് ആവശ്യപ്പെടുന്നുണ്ട്, ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. Also, when they asked the people to come up with 7 names, they recognized the ability and the potential in the people to be able to do it. ഈ സഭയിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുക്കണമെന്ന് സഭാ നേതൃത്വം പറയുമ്പോൾ ഈ ജനങ്ങളിലുള്ള വിശ്വാസത്തെ, ജനങ്ങളിലുള്ള കഴിവിനെ, അവരുടെ ഉള്ളിലുള്ള സാധ്യതയെ അവർ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുക്കണം എന്ന് സഭാ നേതൃത്വം അവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. They knew if you give it to the people, the chances are that they can come up with 7 good names. അവർക്കറിയാമായിരുന്നു ഇത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ ജനങ്ങൾ തീർച്ചയായും, സഭ തീർച്ചയായും 7 നല്ല സാക്ഷ്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരും എന്ന ഉത്തമ വിശ്വാസം സഭാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. Much more, they believed that amongst the people there were 7 good people who could take this responsibility. അത് കൂടാതെ തന്നെ അതിനേക്കാൾ അധികമായി അവർക്കറിയാമായിരുന്നു ഈ സഭാജനങ്ങളിൽ ഈ പ്രശ്നത്തെ നേരിടുവാനുള്ള എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിവുള്ള നല്ല ആളുകൾ അവിടെ ഉണ്ട് എന്ന ഉത്തമ ബോധ്യവും സഭാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. But they don't stop there. എന്നാൽ അവർ അവിടെ അവരുടെ ആ പ്രശ്നത്തെ നേരിടുന്നത് അവിടെയും അവർ അവസാനിപ്പിക്കുന്നില്ല. Like all good leaders, they give guidelines how to select the 7. എന്നാൽ അവർക്ക് ആളുകളെ വേണമെങ്കിൽ അവിടെ നാം കാണുന്നുണ്ട് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ജനങ്ങളെ 7 പേരെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില മാർഗനിർദ്ദേശങ്ങളും സഭാ നേതൃത്വം അവിടെ കൊടുക്കുന്നുണ്ട്. Be careful, discern, just don't go and pick any 7. We want 7 people full of the Spirit, 7 people with good repute, and 7 people full of wisdom. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് വരിക എന്നതല്ല ഇവിടെ സഭാ നേതൃത്വം പറയുന്നത്. എന്നാൽ അവിടെ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആത്മാവിൽ നിറഞ്ഞവരും നല്ല സാക്ഷ്യമുള്ളവരും പരിജ്ഞാനമുള്ളവരും, ആത്മാവിൽ നിറഞ്ഞവരും നല്ല സാക്ഷ്യമുള്ളവരും പരിജ്ഞാനമുള്ളവരുമായ 7 പേരെ തിരഞ്ഞെടുക്കുവാനായിട്ടാണ് സഭാ നേതൃത്വം അവിടെ ജനത്തോട് ആവശ്യപ്പെടുന്നത്. Now, my dear brothers, in defining their priorities, in calling for the participation of the people, and in giving guidelines, the apostles are holding together the goals of the church and relationships within the church. ഇവിടെ നാം കാണുന്നത് ഇങ്ങനെ മുൻഗണനാക്രമം അവർ നിർദ്ദേശിക്കുന്നതിലൂടെ, അവർ അത് ഉടലെടുക്കുന്നതിലൂടെ സഭയുടെ ലക്ഷ്യവും സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യവും അതിൽ അടങ്ങിയിരിക്കുന്നതായ ബന്ധങ്ങളെ സംബന്ധിച്ചും അവർ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. സഭയുടെ ലക്ഷ്യം എന്താണ്, സഭയുടെ ദൗത്യം എന്താണ്, അതിലൂടെ എങ്ങനെ യാത്ര ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അവർ നന്നായി മനസ്സിലാക്കിയിരുന്നു. Goals alone are not important because you will get there, you will achieve your goal, but you may not have your people with you.
ലക്ഷ്യം മാത്രമല്ല പ്രധാനം. ഒരുപക്ഷെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓടി നടന്നെടുക്കാം. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരുപക്ഷെ ജനങ്ങളെ നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ പാടുള്ളൂ. Relationships alone are not good enough because you will have all the people but you won't be moving. എന്നാൽ അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, എപ്പോഴും ബന്ധവും പ്രധാനമാണ്. എന്നാൽ ബന്ധങ്ങൾ മാത്രം നിലനിർത്തുകയും ലക്ഷ്യത്തെ മറക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമാവുകയില്ല. This is a lesson for us as leaders and as disciples of Jesus. We have to hold the goals and the relationships together. Don't allow one to be reduced or to suffer. Hold them together. ഇന്നത്തെ സഭാ നേതൃത്വത്തിന് നമുക്ക് എല്ലാവർക്കും ഇതൊരു വലിയ പാഠമാണ്. നാം ഇത്ര ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബന്ധങ്ങളും ലക്ഷ്യങ്ങളും ഒരുപോലെ കാണുകയും ഒരുപോലെ കൊണ്ടുപോകുകയും ചെയ്യുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. So my dear brothers, the leaders and the people address the conflict and the grievance and they resolve it. ഇവിടെ നാം കാണുന്നത് സഭാ നേതൃത്വവും ജനങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നത്തെ നേരിടുകയും അവർ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി അവർ മുൻപോട്ട് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. What is the outcome? What are the results of the way in which this conflict was handled? ഇവിടെ നാം കാണുന്നത് ഇതിന്റെ പരിണിത ഫലമായി വരേണ്ടത് അവർ വളരെ ശ്രദ്ധാപൂർവം അതിനെ കൈകാര്യം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. The first is a very important historic step in the life of the church. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു നടപടി, ഒരു പ്രധാനമായ കാര്യം സഭാ നേതൃത്വം അവിടെ എടുക്കുന്നുണ്ട്. സഭാ ചരിത്രത്തിൽ അന്നും ഇന്നും വളരെ പ്രസക്തമായ ഒരു നടപടി. The first appointment of deacons. ശമ്മാശന്മാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്ന ആദ്യത്തെ ചരിത്രപരമായ ഒരു സംഗതി ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കും. Never forget that deacons were appointed because of a conflict and because the leaders and the people addressed the conflict in a proper way. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശമ്മാശന്മാർ രൂപപ്പെട്ടു വന്നത് നിയമിക്കപ്പെട്ടത് ഒരു സംഘർഷങ്ങളുടെ മധ്യത്തിലാണ്. ഈ സംഘർഷങ്ങളുടെ മധ്യത്തിൽ സഭാ നേതൃത്വവും ജനങ്ങളും ഒരുമിച്ച് ഈ പ്രശ്നത്തെ നേരിടുവാൻ തയ്യാറായതിന്റെ പരിണിത ഫലമായിട്ടാണ് ശമ്മാശന്മാർ ഇവിടെ ജന്മമെടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. If not for this conflict and the way it was handled, today's church may have been a church of bishops and presbyters, no deacons. ഒരുപക്ഷേ അന്ന് സഭയിൽ സംഘർഷം ഉണ്ടാവാതിരിക്കുകയും ആ സംഘർഷത്തെ ശരിയായി നേരിടുകയും ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സഭയിൽ ബിഷപ്പുമാരും അച്ഛന്മാരുമേ ഉണ്ടാകുമായിരുന്നുള്ളൂ, ശമ്മാശന്മാർ ഉണ്ടാകുമായിരുന്നില്ല. So at the point of the conflict there were two levels in the church, apostles and people. ആ സംഘർഷം ഉടലെടുക്കുന്ന സഭയിൽ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലത്തെ തട്ടിൽ അപ്പോസ്തലന്മാരും താഴത്തെ തട്ടിൽ സഭാജനങ്ങളും. Because of the conflict and the way it was handled, there is now a second level leadership, apostles, deacons, people. അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയും ആ പ്രശ്നത്തെ ഭംഗിയായി അപ്പോസ്തലന്മാർ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ മുകളിലും താഴെയുമുള്ള രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ആയി ശമ്മാശന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗവും ഇവിടെ ഉടലെടുക്കുന്നതായി നാം കാണുന്നു. There are two other good results. അതോടൊപ്പം തന്നെ രണ്ട് നല്ല ഫലങ്ങൾ കൂടെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. The unity of the church is maintained with truth. സത്യത്തിൽ അധിഷ്ഠിതമായി സഭയിൽ ഐക്യവും വർദ്ധിക്കുന്നതായി ഇന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. Sometimes to hold the people together in unity we dismiss the truth. You can't do that. You need the truth. The right thing must be done. We must move in the right way and we must move together. ചിലപ്പോഴെങ്കിലും ജനങ്ങളെ ഒന്നിച്ച് നിലനിർത്തുവാനുള്ള നമ്മുടെ ശ്രമത്തിനിടയിൽ നാം സത്യത്തെ തമസ്കരിക്കുവാനായിട്ടോ മറന്നു കളയുവാനായിട്ടോ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ജനങ്ങളെ ഒന്നിച്ചു നിർത്തുകയും എന്നാൽ ആ ഒന്നിച്ചുള്ള യാത്രയിൽ സത്യം പരിരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അപ്പോസ്തലന്മാർ ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. And finally, when there is this kind of spirituality in the church, there is growth, as you will read in that passage, especially verse 7. The people are together and there is growth because of the spirituality of dealing with conflict. ഇത്തരത്തിലുള്ള വലിയ ആധ്യാത്മികതയുടെ ഫലമായി പ്രശ്നത്തെ ഭംഗിയായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ സഭ അനുദിനം വളരുന്നതായി നാം ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. I want you now to read verse 8, those of you who have the Bible. And Achan, can you read that again quietly? Verse 8. വേദപുസ്തകമുള്ളവർ ദയവായി അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം
അതിൻ്റെ 8-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 8-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. Now, there is something hinted in that text. ആ ഭാഗത്ത് ചില പ്രത്യേകമായ സൂചനകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. You know that Stephen becomes the first martyr in the church. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി സ്തേഫാനോസ് പിൽക്കാലത്ത് തീർന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. So the way Acts is written, just as one conflict is over and resolved, we see the emergence of the next one. നമുക്കറിയാം, ഒരു സംഘർഷം പരിഹരിക്കപ്പെട്ട് കഴിയുന്നതിന് ഭാഗമായി അടുത്ത പടിയായി ഒരു പുതിയ സംഘർഷം, അവിടെ പ്രശ്നം രൂപപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. So what does this teach us about conflict? അതുകൊണ്ട് ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? In this life, you can never have no conflict. Conflict is always part of our life. അതുകൊണ്ട് നാം ഇവിടെ പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത്, ജീവിതത്തിൽ സംഘർഷമില്ലാതെ പ്രശ്നമില്ലാതെ ഒരു നാളും നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ഈ സംഘർഷവും പ്രശ്നവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. As individuals and as members of the church and of the country, we are always moving from one to the next, from one to the next. അതുകൊണ്ട് സഭയിലും സമൂഹത്തിലും വ്യക്തികളായും നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഓരോ നിമിഷവും ഓരോ ദിവസവും സംഘർഷത്തിൽ നിന്നും സംഘർഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. Also, at times, all of us are carrying more than one conflict. 3 or 4 conflicts we are trying to manage at the same time. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരും ഒരേ സമയം തന്നെ 2ഉം 3ഉം അതിലധികവും സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ പേറി നടക്കുകയും നമ്മുടെ മനസ്സുകളിലും ജീവിതങ്ങളിലും അത് കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. Just now I am carrying 2 conflicts. ഞാൻ ഇപ്പോൾ 2 തരത്തിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. One is within my wider family, there is a conflict. എൻ്റെ ഒരു വിശാലമായ കുടുംബത്തിൽ ഒരു സംഘർഷമുണ്ട്, പ്രശ്നമുണ്ട്. The other is an issue of an article that was given for publication. There's another conflict. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായ പത്രത്തിനായി നൽകിയതായ ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, ഒരു സംഘർഷം അവിടെ ഇപ്പോഴും ഞാൻ കൈകാര്യം So ചെയ്തുകൊണ്ടിരിക്കുകയാണ്. don't dream of a life without conflicts. That is not being realistic. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സംഘർഷമില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് നാം ഒരിക്കലും സ്വപ്നം കാണുവാൻ പാടില്ല. സംഘർഷം ജീവിതത്തിന്റെ ഭാഗമാണ്. Conflicts are like clouds. അതുകൊണ്ട് സംഘർഷം എപ്പോഴും നാം ആകാശത്തിൽ കാണുന്ന മേഘങ്ങൾ പോലെയാണ്. They come in different shapes, different sizes, and many come together. അതുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ പല രൂപത്തിൽ പല ഘടനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഘർഷങ്ങൾ പല ഭാവത്തിലും രൂപത്തിലും വരുവാൻ സാധ്യതയുണ്ട്. Once in a way we have a blue sky when there is no conflict, but that is very, very rare. എന്നാൽ ചിലപ്പോൾ വളരെ വളരെ അത്യപൂർവമായി വിരളമായി ഒരുപക്ഷെ ഒരു നല്ല നീലാകാശം നമുക്ക് കാണുവാൻ സാധ്യമാവും. എന്നാൽ അത് വളരെ വിരളമാണ്. മേഘങ്ങളില്ലാത്ത ഒരു നീലാകാശം അത് വളരെ വിരളമായി മാത്രമേ നമുക്കത് കാണുവാൻ കഴിയുകയുള്ളൂ. So I want to sum up this section of our Bible reflection by making a proposal. ഞാൻ ഈ ഇത്രയും ഭാഗത്തെയുള്ള നമ്മുടെ ചർച്ച ഒരു പ്രത്യേകമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ചുരുക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. God allows conflict in our lives. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ അനുവദിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. Because if we handle the conflict with true Christian spirituality, നാം ഈ പ്രശ്നങ്ങളെ, ഈ സംഘർഷങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മെ യഥാർത്ഥമായ ആത്മീയതയിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും. the conflict brings us an opportunity to grow. അതുകൊണ്ട് ഈ സംഘർഷം, ഈ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മെ വളരുവാൻ തക്കവണ്ണം ഒരു അവസരം ഈ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. So my dear brothers, the Christian spirituality with regard to conflict is we accept it is part of life. We know it is unpleasant, but we will search for a way in which
we can respond so that there will be a blessing not just for us but for others also. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ അസന്തോഷമായ, ഒരിക്കലും സന്തോഷം നമുക്ക് തരാത്തതായ ഈ സംഘർഷങ്ങളെ നാം സ്വീകരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനുള്ള വേദിയായി, അവസരങ്ങളായി ഈ സംഘർഷങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളത് നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുന്നു. Now we are going to move to another type of conflict. നാം ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കുന്നതായ മറ്റൊരു സംഘർഷത്തിലേക്ക് യാത്ര ചെയ്യണം. ഈ വേദപുസ്തകത്തിൽ നിന്നുള്ള മറ്റ് സംഘർഷത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, അത്തരത്തിലുള്ള സംഘർഷങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് നാം ശ്രമിക്കുകയത്രേ. This is about how we can behave when two other parties are in conflict. How can we mediate to bring healing when two other parties are in a clash? ഇനി നാം പഠിക്കുവാനായിട്ട് പോകുന്നത് മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ, പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ, അതിനെ നേരിടുവാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇനി നാം പഠിക്കുവാൻ പോകുക. It's about Barnabas, Paul and John Mark. നാം ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത് ബർന്നബാസും യോഹന്നാനും മർക്കോസിനെ കുറിച്ചുമാണ് നാം ഇനി പഠിക്കുവാൻ പോകുന്നത്. And the main text that we have is Acts chapter 15. അതിനെ സംബന്ധിച്ചുള്ള പ്രധാനമായ നമ്മുടെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം verse 36 to the end of that chapter. 36 മുതൽ അതിന്റെ അവസാനത്തെ ഭാഗം വരെയുള്ള അവസാനത്തെ വാക്യങ്ങൾ വരെ. Follow in your Bibles or listen carefully. Achan will read. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. വേദപുസ്തകമുള്ളവർ ദയവായി വേദപുസ്തകം തുറന്ന് എന്നോടുകൂടെ അത് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുലിയിൽ നിന്ന് ഞങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ടു. സുറിയ, കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. Now let's run through that story quickly. നമുക്ക് ഈ സംഭവത്തിലൂടെ, ഈ കഥയിലൂടെ വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണോടിക്കാം. Paul and Barnabas are planning the second missionary journey. പൗലോസും ബർന്നബാസും അവരുടെ രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. But there is a dispute about whether they should take John Mark or not. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു വലിയ തർക്കം ഉടലെടുക്കുകയാണ്. ഈ രണ്ടാമത്തെ മിഷണറിയിൽ മർക്കോസ് എന്ന് പറയുന്ന യോഹന്നാനെ അവരുടെ യാത്രയിൽ കൂട്ടണമോ വേണ്ടയോ എന്നുള്ള തർക്കം അവരുടെ ഇടയിൽ ഉടലെടുക്കുകയാണ്. Paul says can't take the man because last time, first missionary journey, when they ran into a problem, Mark ran away. പൗലോസ് ഇവിടെ വാദിക്കുകയാണ്, മർക്കോസിനെ ഒരു നാളും കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുകയില്ല. കാരണം കഴിഞ്ഞ യാത്രയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, നേരിട്ടപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയവനാണ് ഈ മർക്കോസ്. That incident is found in Acts 13 verse 13. ആ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. But Barnabas wants to take Mark. എന്നാൽ നാം ഇവിടെ കാണുന്നത് ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ വായിക്കുന്നു. But they cannot resolve the dispute. എന്നാൽ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. So what do? അതുകൊണ്ട് അവർ എന്താണ് ചെയ്തത്? They have two teams going in different ways. എന്നാൽ അവിടെ നാം കാണുന്നത് അവിടെ രണ്ട് സംഘങ്ങളായി അവർ രണ്ട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതായി നാം കാണുന്നു. Paul goes with Silas. Barnabas takes John Mark. പൗലോസ് ശീലാസിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ബർന്നബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നതായി നാം കാണുന്നുണ്ട്. Now that is not the end of the story. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അതും അതിന്റെ അവസാനമല്ല. പിന്നെയും നമുക്ക് പല പാഠങ്ങൾ പഠിക്കുവാൻ ഈ സംഭവത്തിലൂടെ സാധിക്കുന്നുണ്ട്. Look at 2 Timothy chapter 4 verse 11. 2 Timothy chapter 4 verse 11. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 11. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. Read that very very carefully. 2 തിമോത്തിയോസ് 4-ന്റെ 11. I'll ask Achan to read slowly. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ലൂക്കോസ് മാത്രമേ
എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. I also have a problem looking for Timothy and Titus. Sometimes I think it's before Hebrews, sometimes I think it's after Hebrews. Anyway, let me also look at this 4:11. Get Mark and bring him with you for me. എനിക്ക് ഉപയോഗമുള്ളവനാകയാൽ മർക്കോസിനെ എൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. Who is saying this? ആരാണ് ഇത് പറയുന്നത്? Paul. പൗലോസ് ആണ് ഇത് പറയുന്നത്. Paul was the man who said, I don't want Mark. നാം നേരത്തെ കണ്ടത് പൗലോസ് പറഞ്ഞു എനിക്ക് ഈ മനുഷ്യനെ വേണ്ട എന്ന് പറഞ്ഞ അതേ പൗലോസ് ആണ് ഇവിടെ എനിക്ക് ഇവൻ ഉപയോഗമുള്ളവനാണ് എന്ന് പറയുന്നത്. Now he's saying, I need him. I am in prison. I need somebody to care for me and look after me. And whom is he turning to? The very man he rejected. അതുകൊണ്ട് ഇവിടെ നാം ഇപ്പോൾ ഇവിടെ കാണുന്ന പൗലോസിനുണ്ടാകുന്ന ഒരു മാനസിക വ്യതിയാനം കാണുന്നത് ഞാനിപ്പോൾ തടവറയിലാണ്, ഈ മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന വലിയ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം നമുക്ക് പൗലോസിൽ ഇവിടെ കാണുവാൻ കഴിയുന്നു. How did this happen? ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? We can think intelligently and find an answer. വളരെ ബുദ്ധിപൂർവമായി നമുക്ക് ചിന്തിച്ച് ഇതിന് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. When Paul separated from John Mark, Paul was angry, John Mark was disappointed. Barnabas did not stop working. ഇവിടെ നാം കാണുന്നുണ്ട് പൗലോസും മർക്കോസും തമ്മിലുള്ള വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ ബർന്നബാസ് അവിടെ ആ പ്രശ്നത്തിൽ ഇടപെടുകയും ആ പ്രശ്നത്തിൽ വലിയ ഒരു പരിഹാരം കാണുവാനായിട്ട് ബർന്നബാസ് ശ്രമിക്കുന്നതായി നാം കാണുന്നുണ്ട്. He wanted one day to reconcile these two brothers. അതുകൊണ്ട് ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഒരിക്കൽ ഒരു വലിയ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളത് ബർന്നബാസ് ആഗ്രഹിച്ചിരുന്നു. So he looked after Mark, took him, guided him, but also we can guess very clearly that he stayed in touch with Paul. നാം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം ബർന്നബാസ് ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോവുകയും അവനെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബർന്നബാസ് പൗലോസുമായുള്ള ബന്ധവും വളരെ നന്നായി നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Now mind you, Barnabas could have exploited or used this conflict to his advantage. He could have criticized Paul to Mark, to become popular with Mark, but he doesn't do that. ഒരുപക്ഷേ പൗലോസിന് വേണമെങ്കിൽ തന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയോ പ്രസിദ്ധിക്ക് വേണ്ടിയോ ഈ സംഘർഷത്തെ ചൂഷണം ചെയ്യുകയും അതോടൊപ്പം പൗലോസിനെ വിമർശിക്കുകയുമാനും ഒക്കെ അവസരങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു ബർന്നബാസിന്. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ബർന്നബാസ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു. So he stands in the middle and very slowly praying, using his wisdom, being practical, he brings these two brothers back to this position where Paul wants Mark and Mark is ready to go. ദൈവകൃപയിലും പ്രാർത്ഥനയിലും പ്രായോഗിക ബുദ്ധിയിലും ആശ്രയിച്ചുകൊണ്ട് ബർന്നബാസ് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ രണ്ടുപേരെയും ഒരുമിച്ച് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായി ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. Now I have an open question for you. അതുകൊണ്ട് ഒരു തുറന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കട്ടെ. What is the best result of Barnabas' spirituality in resolving this conflict? എന്താണ് ബർന്നബാസിന്റെ ആത്മീയതയുടെ ഒരു പ്രധാനമായ റിസൾട്ട്? എന്താണ് ഇവിടെ നാം ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇവിടെ സാധ്യമായത്? അല്ലെങ്കിൽ ബർന്നബാസിന്റെ ആധ്യാത്മികത ഈ പ്രശ്ന പരിഹാരത്തിന് എങ്ങനെ കാരണമായി എന്ന ഒരു തുറന്ന ചോദ്യം. One best result. Give me an answer. നിങ്ങൾക്ക് ഒരു ഉത്തരം പറയാമോ? Achans can't answer. Only lay brothers can answer. അച്ഛന്മാർക്ക് ഉത്തരം പറയുവാൻ സാധ്യമല്ല, ആത്മായർക്ക് മാത്രമേ ഉത്തരം പറയുവാനായിട്ടുള്ള അവസരമുള്ളൂ. എന്തെങ്കിലും ഉത്തരങ്ങൾ? I'll give you. ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. If not for Barnabas and the way he handled this conflict with spirituality, we will have only 3 gospels.